ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെന്ന് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. മാളികപ്പുറം ഫസ്റ്റ് ഡേ മോർണിംഗ് ഷോ കഴിഞ്ഞിട്ട് വനിതാ എറണാകുളത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ എന്നോട് വണ്ടി ഇരിക്കുമ്പം പറഞ്ഞതാണ്, എടാ നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ, നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്, ഗംഭീര പടമാണ്. അപ്പോൾ അത് പറഞ്ഞാൽ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാനാകാൻ പോകുന്നതെന്നാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. 3 പടത്തിൽ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അജിത്തേട്ടൻ്റെ 2ാമത്തെ പടം സാറ്റർഡേ നൈറ്റ് എന്ന് പറഞ്ഞൊരു പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അജിത്തേട്ടനെയും ശരത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. അജിത് വിനായക ഫിലിംസിൻ്റെ ക്രൂവിനെ ഞാൻ പരിചയപ്പെടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ മണിമുള്ള രാജേട്ടനുണ്ട്, കൃഷ്ണകുമാർ ചേട്ടനുണ്ട്. ഇവരെയൊക്കെ നിർമ്മിച്ച പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദർ തുല്യനായ സുധീർ കരമന ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് കണ്ടവരുടെ. കലക്ടർ ബ്രോ, താങ്ക് യു ബ്രോ. എൻ്റെ ലേറ്റസ്റ്റ് മോഹിനിയാട്ടം ഭരതനാട്യമൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ചെന്നിത്തല സാറ്, ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, സൈജു നാട്ടിലെവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി, എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്ക്ഡായിട്ട് ഇങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സാർ ഞാൻ ചേർത്തലക്കാരനാണ്, ചേർത്തലാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതൊരു എന്താണ്, ഗൂസ് ബംസ് വന്നൊരു നിമിഷമായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. ഈ നമ്മൾ പേരെടുത്ത് വിളിക്കുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര, ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചർ നമ്മുടെ പേരെടുത്ത് വിളിച്ചാൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, നമ്മുടെ നെഞ്ചൊക്കെ ഒന്ന് വീർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിവേസ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവിടെ വന്ന മീഡിയാസ്, പിന്നെ നമ്മുടെ അതർ ഗസ്റ്റ്, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉറപ്പായിട്ടും ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഇതിൻ്റെ റൈറ്റർ അമ്പാടി, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ പോഗ്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോഗ്രി സൈമൺ വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. അതായത് ഏത് രീതിയിലുള്ള ജോണറിലുള്ള സിനിമകളായാലും അദ്ദേഹത്തിന് അത് വളരെ നല്ലപോലെ എഴുതാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കും. ഹരിവരാസനത്തിൽ ഞങ്ങളുടെ മുമ്പിൽ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട്, ചില സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ബോധ്യമാവും അദ്ദേഹത്തിന് ഏത് ജോണറിലുള്ള കഥയും വഴങ്ങുമെന്നുള്ളത്. എനിവേസ്, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.